അസദിനെ അട്ടിമറിച്ച് സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇസ്രായേലാണ്. കാരണം അസദ് ഭരണകൂടവും ഇറാനും തമ്മിൽ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. സിറിയയിൽ ഇറാന് നിർണായകമായ സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇറാന്റെ കരസൈന്യത്തിന്, അതായത് റവല്യൂഷണറി ഗാർഡിന് സിറിയയിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാനും കഴിയുമായിരുന്നു. സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ഇറാന്റെ സ്വാധീനം സിറിയയിൽ നഷ്ടപ്പെട്ടതായി കരുതി ഇസ്രായേൽ. മാത്രമല്ല, ഇസ്രായേൽ ഒരു മണ്ടത്തരം കൂടി കാണിച്ചു. സിറിയയിലെ അസദിന്റെ ആയുധശാലകൾ, അസദ് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധശാലകൾ നശിപ്പിക്കാനെന്ന പേരിൽ വൻ ആക്രമണമാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിയത്. സിറിയയുടെ ആയുധപ്പുരകൾ അപ്പാടെ കത്തിച്ചുകൊണ്ടുള്ള ആക്രമണം. ഇതോടുകൂടി വിമത നേതാവ് ജുലാനിയുടെ നിറം മാറി. ഇസ്രായേലിന് അന്ത്യശാസനം നൽകുകയും ചെയ്തു. വേണ്ടി വന്നാൽ ജെറുസലേമും പിടിച്ചെടുക്കുമെന്ന് ജുലാനി പ്രഖ്യാപിച്ചത് ഇസ്രായേലിന് തിരിച്ചടിയായി മാറി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വഴങ്ങിക്കൊടുക്കാൻ വിമത ഭരണകൂടം തയ്യാറല്ല എന്ന് പച്ചയ്ക്ക് തന്നെ ജുലാനി പറഞ്ഞു. ഇപ്പോൾ ഇറാന്റെ സൈനിക സഹായം തേടുകയാണ് ജുലാനി. ഇറാന്റെ സൈനിക സഹായം സിറിയൻ വിമതർക്കും ആവശ്യമാണ്. ഇറാൻ ആകട്ടെ സിറിയൻ വിമതരെ കൈവിടാൻ തയ്യാറുമല്ല. കാരണം സിറിയയിലൂടെ മാത്രമേ ഒരു കരയുദ്ധത്തിന് ഇറാന് വകുപ്പുള്ളൂ. സിറിയൻ അതിർത്തിയിലൂടെ കടന്ന് ഇസ്രായേലിലേക്ക് കയറി അടിക്കാൻ റവല്യൂഷണറി ഗാർഡിന് സാധിക്കും. ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു നിർണായക സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ റവല്യൂഷണറി ഗാർഡിന് ഇസ്രായേൽ അതിർത്തിയിലേക്ക് കയറാനുള്ള പ്രധാന പാത സിറിയൻ അതിർത്തിയാണ്. സിറിയയിലൂടെ ഇസ്രായേലിലേക്ക് പ്രവേശിക്കാം. നേരിട്ടൊരു കരയുദ്ധത്തിന് ഇരു രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയാൽ, കരയുദ്ധം നടത്തി ഇസ്രായേലിനെ കീഴടക്കാൻ സിറിയയിലൂടെ ഇറാന് സാധിക്കും. ഇതിനുള്ള എല്ലാ തട്ടകവും ഒരുക്കി കൊടുത്തിരിക്കുന്നു സിറിയൻ വിമതരും. അതാണ് ഏറ്റവും പുതിയ വാർത്ത. സിറിയൻ വിമതർ ഇറാനെ സ്വീകരിച്ചിരിക്കുന്നു. അവർക്ക് മനസ്സിലായി ഇസ്രായേൽ എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ട് കടിക്കുന്ന പേനായ്ക്ക് തുല്യമാണെന്ന്, പേപ്പട്ടിക്ക് തുല്യമാണെന്ന്. സിറിയയിലെ ആയുധപുരങ്ങൾ നശിപ്പിക്കാനെന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മുമ്പൊന്നും ഇല്ലാത്ത വിധമുള്ള ഭീകരമായ ആക്രമണമായിരുന്നു. സിറിയയിലെ രാസായുധശാലകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി. അസദ് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ആയുധശാലകൾ വെണ്ണീറാക്കി. ഇനി വിമതർക്ക് ഒന്നേന്ന് തുടങ്ങണം. ഒരു പരിധി കഴിഞ്ഞപ്പോൾ, യുദ്ധത്തിന്റെ സർവ്വ രീതിയും ഇസ്രായേൽ ലംഘിച്ചപ്പോൾ സിറിയൻ വിമതർ പ്രതിഷേധിച്ചു തുടങ്ങി. അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ജനങ്ങൾ ചോദിക്കും, എന്തിനാണ് ഈ ആക്രമണം, ഇസ്രായേലിനെ എന്തിനാണ് ഈ കയറഴിച്ച് ഞങ്ങളുടെ നാട്ടിൽ വിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറിയൻ വിമതർക്കും അവരുടെ നേതാവ് ജുലാനിക്കും ശബ്ദിക്കാൻ കഴിയില്ലെന്നേ. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ സാന്നിധ്യം സിറിയൻ വിമതർ തേടിയിരിക്കുന്നത്. ഗൊലാൻ കുന്നുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സിറിയയ്ക്കെന്നും ഒരു വിപത്താണ്. ഇറാൻ സൈന്യത്തിന്റെ സഹായമുണ്ടെങ്കിൽ ഗൊലാൻ കുന്നുകളിൽ നിന്ന് ഇസ്രായേലിനെ എളുപ്പത്തിൽ തുരത്താൻ സിറിയൻ വിമതർക്ക് കഴിയും. മാത്രമല്ല, തങ്ങൾ ആരുടെയും അധീനതയിലല്ലെന്ന് ജുലാനി പറഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇറാൻ സൈന്യത്തിന്റെ ആവശ്യകത, ഇറാൻ സൈന്യത്തെ ക്ഷണിച്ചിരിക്കുന്നത് ജുലാനി. സിറിയൻ വിമതർ അധികാരത്തിലെത്തിയതിനു ശേഷം റഷ്യയുടെ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ റഷ്യയുടെ സൈനിക താവളങ്ങളൊന്നും അവർ ഒഴിപ്പിച്ചില്ല. മാത്രമല്ല, റഷ്യയുമായി ഒരു സൈനിക ഉടമ്പടിക്ക് സിറിയൻ വിമതർ ആഗ്രഹിക്കുകയും ചെയ്തു. എന്തായാലും ഇറാൻ സൈനികർ സിറിയയിൽ എത്തുമെന്നുള്ളത് ഉറപ്പായി. അവർ സിറിയയിൽ എത്തുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം സിറിയ വഴി അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റും. അതാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്.